മഴത്തോരുമുമ്പേലാണെങ്കിൽ അലീനയും എൽസമ്മയും കണ്ടുമുട്ടുന്ന ഒരു സന്ദർഭത്തിലേക്ക് മഴ തോരും മുമ്പേ കടക്കുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അപ്പോൾ റിവ്യൂയിലേക്ക് കടക്കുകയാണെങ്കിൽ നമ്മുടെ പൗലോസിന് ഇന്നത്തോടുകൂടി അലീനയോട് ശത്രുത കൂടുകയാണ് എന്ന് കാണാൻ സാധിക്കും. അതായത് പൗലോസിനെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് അലീന. അതുകൊണ്ട് തന്നെയാണ് പൗലോസിന് അലീനയോട് ഇത്ര ദേഷ്യം, വൈരാഗ്യം, ശത്രുത എന്ന് കാണാനായിട്ട് സാധിക്കും. അലീനയെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ പൗലോസ് നമ്മുടെ റീത്തയുടെ സഹായം തേടുകയാണ്. അതായത് എൻ്റെ റീത്ത ചേച്ചി എന്നെ പുറത്താക്കാനായിട്ട് അവർ നടത്തിയ ആ കളി ഏതാണ്ട് വിജയിച്ചിരിക്കുകയാണെന്നും ചേച്ചി എന്നെ ഒന്ന് വന്ന് രക്ഷിക്കണമെന്നും പറയുന്നത് കാണാൻ സാധിക്കും. പെട്ടെന്ന് തന്നെ വരണം ചേച്ചി, എങ്ങനെയെങ്കിലും എൻ്റെ ജോലി പോകാതെ സംരക്ഷിക്കണമെന്ന് പറയുന്നത് കാണാം. ഇതേ സമയമാണെങ്കിൽ അല്ലടാ സ്റ്റാലിയാണെങ്കിൽ ഇതുവരെ ആ പെണ്ണിൻ്റെ ഡിമാൻഡൊന്നും അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ, പിന്നെ ഇതെന്താ പെട്ടെന്ന് നിന്നെ പറഞ്ഞു വിടാനായിട്ട് പോകുന്നത്, എന്താ കാര്യം എന്ന് തിരക്കുന്നു. അപ്പോൾ നമ്മുടെ പൗലോസ് ആണെങ്കിൽ പറയാണ്, ഇന്നലെ ഇവിടെ ഒരു വലിയ സംഭവം തന്നെ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇവിടെയാണെങ്കിൽ അലീന സാറിനെ മാറ്റാനായിട്ട് ഒരുപാട് ശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായി നിരാഹാരം കിടക്കുകയായിരുന്നു. ഒടുവിൽ ആ നിരാഹാരം വിജയിച്ചു എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. സാറ് വാരി കൊടുത്തു ആ കൊച്ചിന് ഭക്ഷണമൊക്കെ എന്ന് പറയുമ്പോൾ, ആര് സ്റ്റാലി തന്നെയാണോ, നീ ശരിക്കും കണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, എൻ്റെ 2 കണ്ണുകൊണ്ട് കണ്ടതല്ലേ റീതാമ്മ ചേച്ചി, അതുകൊണ്ട് തന്നെ ഇത് സത്യം തന്നെയാണ് ഞാൻ പറയുന്നത്. തുടർന്നാണ് ഈ സംഭവം ഉണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അലീനയുടെ കൂടെ മര്യാദയ്ക്ക് നിലകൊള്ളാൻ പറ്റില്ലെങ്കിൽ പോയിക്കോളാനായിട്ട് പറഞ്ഞ കാര്യവും സ്റ്റാലിൻ തന്നോട് പറഞ്ഞു എന്നും പറയുകയാണ്. കൂടാതെ തന്നെയാണെങ്കിൽ നാളെ മുതൽ ആ പെണ്ണിൻ്റെ ഭരണമാണ് ഇവിടെ എന്ന് പറഞ്ഞു എന്ന് പറയുന്നതും കാണാം. അപ്പോഴാണെങ്കിൽ നീ എതിർത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, പെട്ടെന്നൊന്നും എനിക്ക് ഒരു തീരുമാനം അറിയിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇന്ന് രാവിലെ വരെയാണ് സമയം തന്നത്. ഇന്ന് രാവിലെയും ഞാൻ അനുസരിച്ചില്ല. ആ പെണ്ണപ്പം എനിക്ക് ഒരു ദിവസം സമയം തന്നിട്ടുണ്ട്. അതിനും അനുസരിച്ചില്ലെങ്കിൽ എന്നെ കഴുത്തിന് പിടിച്ച് പുറത്താക്കുമെന്നാണ് പറഞ്ഞത് എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. എൻ്റെ ഡാവേ, എങ്കിൽ നീ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാനായിട്ട് നോക്ക്. നീ അല്ലെങ്കിൽ നിനക്ക് തന്നെ പണിയാകും. സ്റ്റാൻലി സമ്മതിച്ചെങ്കിൽ പിന്നെ ഇനി അവൾക്ക് അവിടെ ആരെയും നോക്കേണ്ടതില്ല എന്ന് പറയുന്നു. അതായത് നിന്നെ പുറത്താക്കാനുള്ള അധികാരം ഇപ്പോൾ അവൾ നേടിക്കഴിഞ്ഞിരിക്കുകയാണ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു ചുക്കും അവൾ ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നതും കാണാൻ സാധിക്കും. ഇതേ സമയം നമ്മുടെ പൗലോസാണെങ്കിൽ എന്തു ചെയ്യാനാ, അതിനു വേണ്ടിയാ, ആ സഹായത്തിന് വേണ്ടിയാ ഞാൻ റീതാമ്മ ചേച്ചിയെ വിളിച്ചത് എന്ന് പറയുമ്പോൾ, ഞാൻ എന്ത് ചെയ്യാനാടാ പൗലോസെ, ഞാൻ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നെക്കൊണ്ട്. കാരണം എൽസമ്മ ധ്യാനത്തിന് പോയിട്ട് വന്നിട്ടില്ല. അവൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവിടെ വന്ന് ഈ കാര്യത്തിന് ഒരു പരിഹാരമുണ്ടാക്കാനായിട്ട് ശ്രമിക്കാമെന്ന് പറഞ്ഞ് നാവെടുക്കാതെ എൽസമ്മ റീത്തയെ വിളിക്കുകയാണെന്ന് കാണാം. ഇതേ സമയം റീത്ത പൗലോസിനോട് ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് എൽസമ്മയുടെ ഫോൺ എടുക്കുകയാണ്.
തുടർന്ന് ഞാനിതാ ധ്യാനമൊക്കെ കഴിഞ്ഞു, നീ എന്നെ കൂട്ടാനായിട്ട് വായു എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ പള്ളിയിലുണ്ടാകുമെന്ന് പറയുന്നതും കാണാൻ സാധിക്കും. ഇതേ സമയം നമ്മുടെ എൽസമ്മയുടെ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം, എടാ പൗലോസേ, നിനക്ക് ഭാഗ്യമുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം എൽസമ്മയുടെ ധ്യാനം കഴിഞ്ഞു, അവൾ ഇന്ന് തന്നെ എത്തും എന്ന് പറയുന്നു. ഞാൻ അവളെ കൊണ്ടുവരാനായിട്ട് പോവുകയാണ് എന്ന് പറയുന്നു. എങ്കിൽ എൻ്റെ റീത്ത ചേച്ചി പോകുന്ന വഴി ഇവിടെ ഒന്ന് വരാമോ, ഇവിടെ വന്ന് ഒന്ന് പറയാമോ എന്ന് ചോദിക്കുമ്പോൾ, ഞാനൊന്നും പറഞ്ഞാലൊന്നും അയാൾ കേൾക്കാനൊന്നും പോകുന്നൊന്നുമില്ല. അയാളുടെ വീടാണെന്ന് പറഞ്ഞാൽ എനിക്കെന്ത് ചെയ്യാനായിട്ട് കഴിയും? സത്യം പറഞ്ഞാൽ അത് ശരി തന്നെയല്ലേ. ഞാനെന്തായാലും എൽസമ്മയോട് ഒരു വാക്ക് സംസാരിച്ച് നോക്കാമെന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ പൗലോസാണെങ്കിൽ ശരി ചേച്ചി എന്ന് പറഞ്ഞ് വയ്ക്കുകയാണ് എന്ന് കാണാൻ കഴിയും. തുടർന്ന് എൽസമ്മ റീത്ത കണ്ടുമുട്ടലിന് ശേഷം എൽസമ്മ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. തുടർന്ന് പൗലോസിന് സംഭവിച്ച കാര്യങ്ങളും, അതുകൊണ്ട് തന്നെ നീ ഇന്ന് തന്നെ സ്റ്റാലിനെ കണ്ട് ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും എന്ന് പറയുന്നത് കാണാം. ഈ എൽസമ്മയോട് ഇങ്ങനെ പറഞ്ഞണ കാരണം തന്നെ, എൽസമ്മയാണെങ്കിൽ സ്റ്റാലിനെ നോക്കാനായിട്ടും സ്റ്റാലിൻ്റെ പ്രവൃത്തി എന്താണെന്നറിയാനായിട്ടും സ്റ്റാലിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് എന്ന് കാണാം. അവിടെ ചെല്ലുമ്പോൾ അലീനയാണെങ്കിൽ പൗലോസിനെ ഇട്ട് വിരട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നും കാണാം. തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ പൗലോസേട്ടന് ഇവിടെ യാതൊരു സ്ഥാനവും ഉണ്ടാകില്ല എന്നാണ് അലീന തറപ്പിച്ച് പറയുന്നത് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇവക്ക് എൽസമ്മയ്ക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ റീത്താമ്മ തങ്ങളെ കളിയാക്കുന്നതും തങ്ങളെ അപമാനിക്കുന്നതുമായ കാര്യമാണ് എന്ന് കാണാൻ സാധിക്കും. തങ്ങൾക്കൊരു അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാതെ ഞങ്ങളെ സംസാരിക്കാൻ വിടാതെ നശിപ്പിച്ചു വെച്ചിരിക്കുന്ന റീത്ത. ഇതേ സമയം സ്റ്റാലിനും അലീനയും എൽസമ്മയും തമ്മിൽ സംസാരിക്കുകയും ഒരു വലിയ ധാരണയിലേക്ക് എത്തുകയും ചെയ്യുന്നത് കാണാം. അനാഥാലയത്തിലായിരുന്ന അലീനയെ ചേർത്ത് പിടിക്കുന്നൊരു കാഴ്ച കാണാൻ കഴിയും അധികം വൈകാതെ തന്നെ കേട്ടോ. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.